ഗുഡ് ആഫ്റ്റർനൂൺ. അതെ അതെ. എത്ര കാലായി കണ്ടിട്ട്. എന്താ ഒന്നും പറയണ്ട, കുറെ കാര്യങ്ങൾ ഉണ്ട് പറയാതെ വന്നത് ഞാനിപ്പോ. പറയും. വിഷയം എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മുടെ കോളേജിൽ കുറെ പട്ടികൾ അങ്ങോട്ട് കയറി. ഗുണ്ടകളോ? ഗുണ്ടകളല്ലാതെ ഈ കടിച്ചു കയറുന്ന പട്ടികളില്ലേ, ശരിക്കുള്ള കുരക്കണ പട്ടി, അത് കയറി ഒക്കെ പാടെ കൂടിയിട്ട്. ആ വാച്ച്മാൻ ഒരു കഴുതയുണ്ടല്ലോ അവിടെ, അവൻ എവിടെ കാന്തം മുതലാണ് നടന്നത്. ആ ഡോറൊക്കെ തുറന്നിട്ടിട്ട് മോർച്ചറിയുടെ അവസാനം ഈ നായക്കളെ കൂടി അതിൻ്റെ ഉള്ളിൽ എന്തെന്നാ പറയണത്, ഒരു ഡെഡ് ബോഡി കടിച്ച് കയറി. എന്താ ചെയ്യണേ, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടി തന്നെയാണ്ടാ ഞാൻ അപ്പം അങ്ങോട്ട് വന്നത്. എന്താ ഇപ്പം ചെയ്യുക? അല്ല, ഡെഡ് ബോഡി ഒന്നും കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഡെഡ് ബോഡി വേണ്ടേ? അല്ല, അതൊന്ന് റിപ്പയർ ചെയ്തൂടെ? എന്താ ഈ പറഞ്ഞുള്ള പാർട്സ് ഒക്കെ കടിച്ചോണ്ട് പോയിന്ന്, കരണ്ടില്ലേ, വൃക്കല്ലേ, ഒരു സാധനമില്ലേ, പിന്നെ എന്താ പഠിക്കുന്നത്? എന്തൊരു കഷ്ടാണ് റബ്ബേത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച MCIയുടെ ഇൻസ്പെക്ഷൻ വരികയാണ്. വന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് അംഗീകാരം പോയില്ലേ, പിന്നെ എവിടുന്ന് തിരിച്ചു കിട്ടൂല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരുപാട് രോഗികളൊക്കെ മരിക്കണ്ട, അല്ലെ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഉണ്ടച്ചൂടെ? ഉണ്ടമ്പുരി ഒന്നല്ല എടുത്ത് കൊണ്ടുവയ്ക്കാനായിട്ട്. വലിയ വലിയ ആൾക്കാരുടെ ഇത് വീട്ടിൽ നിന്ന് വന്ന് മരിക്കണതാണ്. എവിടെ നിന്ന് കിട്ടുന്നത്? ഒന്നാമത്തെ മനുഷ്യന്മാർക്ക് ഒരു അവബോധമില്ല. ഇങ്ങനെ കോളേജുകൾ നടക്കുന്നുണ്ട് നാട്ടിൽ, ഇവർക്ക് പഠിക്കാനായിട്ട് ഡെഡ് ബോഡി ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ എൻ്റെ ഡെഡ് ബോഡി ഒന്ന് എഴുതി കൊടുക്കട്ടെ, അങ്ങനെ വല്ല വിവരം ഇവിടെ ഉണ്ടോ നാട്ടിൽ? ഇത് എന്തപ്പം ചെയ്യാം നമ്മൾ? എന്താ കാട്ടുക? അല്ല, അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്തൊരു ആവശ്യത്തിന് വന്നാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ. എന്ത് സഹായം? ഒരു ഡെഡ് ബോഡി എനിക്ക് വേണം, അല്ലാണ്ട് എന്താണ്? എന്തെങ്കിലും ബേക്കറിൽ വന്ന് മുട്ട പപ്സ് ചോദിക്കുമ്പോഴേ ഡെഡ് ബോഡി ചോദിക്കുന്നത്? പിന്നെ അതുമല്ല, ഇവിടുത്തെ കാര്യം അറിയങ്ങൾക്ക്, ഇവിടെ ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് ആരും മയ്യത്താവണില്ല, രോഗികളൊന്നും. സാറ് ഡോക്ടർമാരല്ലാരും. അപ്പം നിങ്ങൾ ആരെയും നോക്കണില്ലേ? ഞാനുള്ളൂ ഇവരെ കൊടുത്ത് കുറച്ച് മോശം എന്നറിയാം. അല്ല, അതിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പം എന്താ ഇപ്പം ഇതിനൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അല്ല, ആരെങ്കിലും ഇപ്പം തെരുവിലൊക്കെ നോക്കിയോ, തെരുവിലൊക്കെ ആരെങ്കിലും മയ്യത്തായി കിടക്കേണ്ട അവർക്ക് എടുത്തുണ്ടായ പോലെ. എന്താ ഈ പറഞ്ഞു നിങ്ങൾ? പട്ടി നായും ചത്ത് കിടക്കണ മാതിരിയാണല്ലോ പറഞ്ഞത്. മനുഷ്യന്റെ കാര്യമാണ് ഞാൻ ചോദിക്കണത്. ഇപ്പം ഇവിടെ വരുന്നവരൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാണ്, അവർക്ക് ഡെഡ് ബോഡി ഇവിടെ തന്നെ കൊണ്ടുപോവുക. അല്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരുന്നു. എങ്ങനെയെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ തല്ലിക്കൊന്നും അങ്ങോട്ട് തരിക മയ്യത്ത്. എന്താ ചെയ്യപ്പോ? നിങ്ങൾ സമാധാനമായിട്ട് ചെല്ലി. ഇവിടെ എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഞാൻ ആംബുലൻസ് ആയിട്ടാണ് വന്നിരിക്കണത്. ഇവിടെ ഉണ്ടാവും വിചാരിച്ചെങ്കിൽ വല്ലാണ്ട് പ്രതീക്ഷിച്ചാണ്. എവിടേക്കാ ഞാൻ ഇനി പോണത്? എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് വന്നിട്ടായിരിക്കണത്. അല്ല, സംഭവങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. നോക്കാം, ഇൻഷാ അല്ലാഹ് പഠിച്ചു നമ്മളെ സഹായിക്കും. ആരെങ്കിലും മയ്യത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കുറച്ച് ആൾക്കാർ ICUയിൽ കിടക്കുന്നുണ്ട് ഇവിടെ, നോക്കാൻ. ഇതൊക്കെ പഠിക്കൊണ്ട് ഒരു നിയോഗാന്ന് കൂട്ടിയാൽ മതി നിങ്ങള്. എന്തായാലും അതിന്റെ പോയി സാറേ, നിങ്ങളന്ന് ചെയ്തു തന്ന സഹായമല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ എന്റെ കോളേജൊക്കെ അടച്ചു പൂട്ടിട്ട് ഗോപി ആയനെ. ഇതിന് നന്ദി പറയേണ്ട നമ്മളോടല്ല, പഠിച്ചവനോടാണ്. പിന്നെ അത് മാത്രല്ല, നിങ്ങൾ അന്ന് അതിന്റെ വാർത്ത കൊടുത്തത് മനുഷ്യന്മാർ വായിക്കാത്ത ഏതോ ഒരു പത്രത്തിലാണ്. അത് വലിയ സഹായമായി. അതൊക്കെ നമ്മൾ ചെറിയ ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണ്. ഈ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫറോട് ഞാൻ പറഞ്ഞേ, സൈഡ് ആംഗിൾ എടുത്താൽ മതി. നേരിട്ട് എടുത്തു കഴിഞ്ഞാൽ ആള് തിരിച്ചറിഞ്ഞ ആള് വരും ഇവിടെ. നന്നായി. സൈഡ് ആംഗിൾ എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കുമ്പോ വലിയ ക്ലിയർ ഒന്നും വേണ്ടെന്നും പറഞ്ഞു. കണ്ടാ മനസ്സിലാവില്ല. എനിക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എനിക്ക് നമ്മൾ എത്ര കാലായി തൊഴിൽ ചെയ്യാൻ തുടങ്ങി. അതത് ദിവസം എനിക്ക് ഓർക്കാൻ വയ്യ. എനിക്ക് സമാധാനിക്ക്, കരയല്ലേ. ഇതിലും വലുത് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ? ഒന്നും അറിഞ്ഞൂടാത്ത പോലെ സംസാരിക്കരുത് ഡോക്ടർ. ഈ ആശുപത്രിയിൽ സത്യശീലൻ എന്ന പേരിൽ ഒരാൾ മരിച്ചിട്ട് നിങ്ങൾ അയാൾക്ക് അവകാശങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചോ? അന്വേഷിക്കാതെ ആ ബോഡി എടുത്ത് നിങ്ങൾ മറിച്ചു വിറ്റു അല്ലേ? ഇയാള് കാണിച്ചത് എന്ത് തെമ്മാടിത്തരാണെന്ന് അറിയാമോ സാറേ? നിങ്ങൾ സംസാരിക്കരുത്. എന്റെ ഭാര്യ ഇന്ന് കാലത്ത് പുട്ടുണ്ടാക്കിയതുകൊണ്ട് അറിഞ്ഞ് മരിച്ചത് അവളെ അച്ഛനാണെന്ന്. അതെങ്ങനെ മനസ്സിലാവുന്നത്? പഴം മേടിക്കാനായിട്ട് ഞാൻ മധുവിന്റെ കടയിൽ ചെന്നു. അപ്പം മധുച്ചേട്ടൻ പഴം പൊതിഞ്ഞ് എന്ന പേപ്പർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തുറന്നു നോക്കിയപ്പോ ഇവളെ അച്ഛനെ പോലെ ഏതാണ്ടൊക്കെ അങ്ങനെ ഒരു രൂപം. ഫോട്ടോ പോലും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ലേ ഇവര്? ശരിയല്ല. സുഹൃത്തെ, ഒരു കാര്യം പറഞ്ഞ മനസ്സിലായി. അറിയിച്ചില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഞങ്ങൾ പേപ്പറിൽ കൊടുത്തല്ലോ സാറേ. ഇവളുടെ അച്ഛന് ഒരു അവകാശം ഇവിടെ ഉണ്ട്. ഇവളുടെ ഏട്ടൻ അയാളെങ്ങാനും ഇവിടെ വന്നോണ്ടല്ലോ സീന്. എവിടെ
അച്ഛനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പൊന്നെ പോലെ നോക്കിയതാണ് എന്റെ അപ്പായച്ചനെ. കൈന്റെ വെള്ളയിൽ വെച്ചാണ് ഞാൻ ഞങ്ങള് പുലി പോലെ 3-4 പേരുള്ള പക്കാത ശവമായിട്ട് ഞങ്ങളുടെ അച്ഛനെ വിറ്റില്ലേ സാറേ? വിറ്റ് നിങ്ങൾ പറയരുത്, വിറ്റെന്ന് പറയാൻ പാടില്ല. നമ്മളിത് പത്രത്തിൽ കൊടുത്തല്ലോ. പത്രത്തിൽ കൊടുത്ത കഥയെന്ന് നിങ്ങൾ പറയരുത്. ഫോട്ടോ പോലെ ആളിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഫോട്ടോ അല്ലേ കൊടുത്തത് അല്ലേ? 2 ദിവസം നിൽക്കാനല്ലേ അച്ഛൻ നിന്റെ അടുത്ത് വന്ന എന്ത് കലക്കി കൊടുത്ത് കൊന്നരേ അച്ഛൻ വീട്ടിക്ക് വന്നില്ലല്ലോ, എന്റെ മുമ്പ് അങ്ങനെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കരുത്. അതെ അതെ അതാ നോക്ക് നിങ്ങൾ ഇവിടെ കുടുംബകാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക് നിങ്ങൾ. ഇവിടെ ഒരു അവകാശങ്ങളില്ലാത്ത ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അത് അവകാശികളുണ്ടോ എന്ന് അറിയാനായിട്ട് പത്രത്തിൽ വാർത്ത കൊടുക്കും. എന്നിട്ടും അവകാശികൾ വന്നിട്ടില്ലെങ്കിലാണ് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അനാട്ടമി പഠിക്കാനായിട്ട് ഈ ബോഡി കൊടുക്കണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള കാര്യമാണ്. അതാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ ഒരു ബോഡി സ്വയാശ്രയ കോളേജ് ആൾക്കാണ് കൊടുക്കണമെങ്കിൽ അവിടുന്ന് കുറച്ച് പൈസ കിട്ടും. ആ പൈസ ഞങ്ങൾ എന്തിനാ ഉപയോഗിക്കണം വെച്ചിട്ടാ ഈ ഹോസ്പിറ്റലിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് നല്ല കാര്യമല്ലേ? എന്റെ അച്ഛനെ വിട്ടിട്ടാണ് സാറേ ആശുപത്രി വികസിപ്പിക്കുന്നത്. അതെ സാറേ, അച്ഛന്മാരില്ലേ അവരാരെങ്കിലും വിട്ടിട്ട് ആശുപത്രി വികസിപ്പിച്ച പോലെ. അങ്ങനത്തെ വർത്താനം ഇതിപ്പോ നമ്മള് പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, നിങ്ങൾ കാലാവധിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇത് കാലാവധി കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനെ മറിച്ച് വിറ്റു. അതാണ് ഞാൻ ചോദിക്കണേ. ഇത് ഞാൻ കുത്തിപ്പൊക്ക് എന്റെ രാഷ്ട്രീയ സ്വാധീനം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അതെ, ഇപ്പോ നോക്ക്, നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കും കൂടി ആലോചിക്കാം, ഈ ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞ മാതിരി പഠനത്തിന്റെ ഭാഗമായിട്ട് ബോഡി ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ഒരു സഹായം ചെയ്താൽ നല്ല കാര്യമാണ്. ഞങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ബോഡി എഴുതി വെക്കാറുണ്ട് ഇവിടെ. സാറേ, ഇത് നിങ്ങൾ പറയുമ്പോൾ ആളല്ല. ഇവർ രണ്ടാളും അച്ഛനെ അങ്ങനെയാണ് സ്നേഹിച്ച് വളർത്തിയത്. അത് തന്നെ. ഞാൻ പാലും മുട്ടയൊക്കെ എന്നും കൊടുത്തുണ്ടാക്കി ശരീരമാ. അത് നിങ്ങളുടെ പിള്ളേർക്ക് കുത്തിക്കീറാൻ വേണ്ടിട്ടൊന്നും അല്ല. മരിച്ച നേരത്തെ എവിടെ പോയി കിടക്കായിരുന്നു? മരിക്കും പറഞ്ഞിട്ടല്ലേ മരിക്കണത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും മക്കളുണ്ടായിട്ട് അച്ഛനും കൂടെ ഒരു മോൻ നടന്നിരുന്നെങ്കിൽ ആ അച്ഛൻ മയ്യത്താവേനോ? അതെ സാറേ, അതിന് കാരണക്കാരൻ ഇവൻ തന്നെയാണ്. അച്ഛനൊരു ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കില്ല. അത് ഇവളാ കാരണം. ഇവള് ശരി ശരി, അച്ഛനെ തരാം. കാരണം നിങ്ങൾ അച്ഛന്റെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് ഈ സാറിന്റെ ഹോസ്പിറ്റലിലേക്കാണ്. അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയാണ്. അപ്പൊ ഒരു പണി ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ ആ ബോഡി ഒന്ന് വിട്ടുകൊടുക്കി. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കരുതിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോളെ ബോഡി. ഇത് നാട്ടുകാരെ കാണിക്കാനല്ല, ഞങ്ങളുടെ അച്ഛനെ അങ്ങനെയാണ് ഞങ്ങൾ നോക്കണം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ കറങ്ങി നടക്കും ആത്മാവ്. നിങ്ങൾ സംഭവമൊക്കെ ശരിയാണ്. നിങ്ങളുടെ സങ്കടം വിഷമമൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മക്കളാണ്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ അച്ഛനെ തരാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതൊക്കെ സ്പിരിറ്റിൽ മുക്കി വെച്ചിരിക്കുകയാണ്. വേറെ കാര്യം പറയട്ടെ, കേൾക്കി നിങ്ങൾ മറിമായം തുക അങ്ങോട്ട് തരാം. അതൊന്ന് ആലോചിക്കും. അതെ സാറേ, നിങ്ങളൊരു തുക എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ?